മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചാട്ടോ. OnePlus 8T കുറച്ച് ദിവസമായി നമ്മുടെ കയ്യിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ ചില ഡിവൈസുകൾ ഇപ്പോൾ കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ക്വാറൻറ്റൈൻ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് നമ്മൾ അങ്ങോട്ട് ഈ ബ്ലൂ ഡാറ്റ് സർവീസ് വഴിയാണ് സാധാരണ കേസിൽ ഈ കമ്പനീസ് അയക്കാറുള്ളത്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നില്ല. ഒരു സമയത്തൊക്കെ വരും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീഡിയോകളെല്ലാം ഔട്ട്ഡോറിൽ നടക്കുന്ന എല്ലാ വീഡിയോകളും ഷൂട്ട് ചെയ്യുന്നത് OnePlus 7 പ്രോയിൽ വെച്ചിട്ടാണ്. ആ വീഡിയോ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ ബെറ്റർ ക്വാളിറ്റിയാണ്, യാതൊരു സംശയമില്ല. ഇതിൽ ഫിലിമിക് പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് സാധാരണ കേസിൽ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം നമ്മൾ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഈ OnePlus 8Tയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5G സപ്പോർട്ടോട് കൂടിയിട്ടാണ് OnePlus 8T ഇറക്കിയിരിക്കുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കി, ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തത് കൊണ്ടാണ് പിന്നെയും കവറിലാക്കി വെച്ചിരിക്കുന്നതെന്ന് മാത്രം. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നിങ്ങളൊരു പക്ഷേ ഒരു സ്മാർട്ട് ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കാം OnePlus 8T. പക്ഷേ എന്നാൽ 5Gക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചോളൂ. 5G ഒക്കെ വന്നതിന് ശേഷം എങ്ങനെയാണ് പെർഫോമൻസ് നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശരി, നമുക്കിനി എന്തായാലും ഈ ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇവന്മാരെപ്പോഴും ഇതിൻ്റെ പാക്കിങ്ങിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. OnePlus 7 Pro വന്ന സമയത്തും എനിക്ക് തോന്നുന്നത് ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കവറിൽ തന്നെയാണ് പാക്കിങ് വന്നിരുന്നത്. ബട്ട് പെർഫെക്റ്റ് ആണ്. ഇപ്പോഴും ഞാൻ OnePlus 7 Pro ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ. ഇനി ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും OnePlusൻ്റെ ഏതെങ്കിലും സീരീസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. യെസ്, ഫോൺ ആദ്യം ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ പല സുഹൃത്തുക്കളും, എനിക്ക് തോന്നുന്നു ജയരാജിൻ്റെ ഇതിലൊക്കെ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കണ്ടതാണ് എന്ന് പല സുഹൃത്തുക്കളും എന്നോട് പേഴ്സണലി പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മളും ഒന്ന് കാണിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു അത്. ഓക്കെ, ഒരു എന്താ പറയുക, ഗ്ലാസ് പൗച്ചോട് കൂടിയിട്ടുള്ളതാണ്. ബട്ട് പൗച്ച് നിങ്ങൾ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സെപ്പറേറ്റ് പൗച്ച് ഉപയോഗിക്കണമെന്നുള്ളത് കമ്പൽസറിയാണ്. കാരണം എൻ്റെ OnePlus 7 Pro ഒന്ന് രണ്ട് തവണ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി. കാരണം വെച്ചാൽ ഇതിനൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും സ്മൂത്ത്നെസ്, ഒരു സ്മൂത്ത് സർഫേസ് ആയത് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും സാധനം തെറ്റിപ്പോകും. എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം തെറ്റിപ്പോയി ഒന്ന് രണ്ട് തവണ താഴെ വീണ് പൊട്ടിയതാണ്. ശരിയാക്കാനായിട്ട് ചോദിച്ചപ്പോൾ അവന്മാർ പറഞ്ഞു 18,000 രൂപ എന്ന് പറഞ്ഞു. കാരണം ഞാൻ ശരിയാക്കാതെ മാറ്റി അങ്ങോട്ട് വെച്ചിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഗ്ലാസ് പൗച്ച് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. സാധാരണ OnePlus 7 Proയിലുള്ള പോലെ തന്നെയുള്ള ഒരു റെഡ്, അവരൊരു യൂണീക്ക് കളറാണ്, റെഡ് ചാർജിങ് കേബിളാണ് ഈ കാണുന്നത്. ദെൻ അതേപോലെ തന്നെ ചാർജിങ് അഡാപ്റ്റർ 65 വാട്ടിൻ്റെ വാർപ്പ് ചാർജറാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു നോർമലിയുള്ള OnePlus 7 Proയിൽ നിന്നും കുറച്ച് ഡിസൈനൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് OnePlus 8Tയിലേക്ക് വരുമ്പോഴും. ശരി, ദെൻ നത്തിങ്, വേറെ ഒന്നും ഈ ഒരു ബോക്സിലില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ ഫോണൊന്ന് എടുത്ത് എന്താ പറയുക, ഒന്ന് ഓൺ ചെയ്ത് നോക്കി, ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയെന്ന് പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ OnePlus 7 Proയിൽ തന്നെ നല്ലൊരു ഗ്ലാസ് ഫിനിഷോട് കൂടിയിട്ടാണ് വരണത്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ എന്തായാലും ഇതിലൊരു പൗച്ച് യൂസ് ചെയ്തിരിക്കണം. താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ ചോദിക്കുന്നത് 10,000, 20,000, 25,000 രൂപയാണ് ആദ്യം തന്നെ. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് എന്താ പറയുക, നമ്മുടെ പൗച്ചിലേക്ക് ഈ സാധനത്തിനെ മാറ്റിയിട്ടുണ്ട്. ഡിസൈൻ വൈസ് വളരെ പെർഫെക്റ്റ് തന്നെയാണ് OnePlus 8Tയുടെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞത്. കാരണം എനിക്ക് തോന്നുന്നത് സാംസങ് പോലെയുള്ള കമ്പനികളുടെ ഒരു മാർക്കറ്റ് ഷെയർ പിടിച്ചതിൽ ഇതിൻ്റെ ഡിസൈനിങ് ഭയങ്കര ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ യാതൊരുവിധ സംശയമില്ല. കോഡ് ക്യാമറകളാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. 48 MBയുടെ ഒരു കോഡ് ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞത് Qualcomm Snapdragon 865 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. 5G സപ്പോർട്ടോട് കൂടിയുള്ളതാണ്. ഡിസ്പ്ലേസ് വെരി സ്മൂത്ത്. തൊട്ടാൽ മതി, ഭയങ്കര ഒരു പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, അതിൽ സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 120 Hz റിഫ്രഷ് റേറ്റ് ആണ്
ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിട്ട് വരികയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് വെയ്റ്റ് 158 ഗ്രാമോളം ഉണ്ട് വെയ്റ്റ്. ഞാൻ OnePlus 8 ഉപയോഗിച്ച ഒരാളാണ്, പക്ഷെ അതിൽ നിന്നും കുറച്ചുകൂടി വെയ്റ്റ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്ലൂയിഡ് AMO LED ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ബട്ട് OnePlus 7 Proയിൽ ഉണ്ടായിരുന്ന പോലെ ആ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഫീല് ഇതിൻ്റെ അകത്തില്ല. അതൊരു രസകരമായിട്ടുള്ളൊരു സാധനമായിരുന്നു. ഒരു കർവ്ഡ് ഉണ്ട്, അത് എനിക്കെപ്പോഴും ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയായിരുന്നു. പക്ഷേ അത് OnePlus 8 വരുമ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. കാരണം അറിയാലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ വേരിയൻറ്റുകൾ ഇറക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണല്ലോ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട കാര്യം. സോ അതുകൊണ്ട് അതില്ല. പക്ഷെ എന്നെ വളരെയധികം നിരാശപ്പെടുത്തി എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ക്യാമറയിൽ വീണ്ടും ഒരു വ്യത്യസ്തത തന്നെയാണ് OnePlus 8 വരുത്തിയിരിക്കുന്നത്. 48 MBയുടേതാണ് മെയിൻ ക്യാമറ. സോണി IMX സെൻസറാണ് അതിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഒരുപക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് വളരെയധികം പ്രയോജനകരമാകുകയും ചെയ്യും. സോ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്, 16 MBയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. ദെൻ ഒരു 5 MP മാക്രോ ലെൻസോട് കൂടിയുണ്ട്. ദെൻ മോണോ ക്രോം ലെൻസിൻ്റെ ഒരു 2 MBയുടെ ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാമറ സ്പെസിഫിക്കേഷനായിട്ട് പറയുന്നത്. ഡ്യുവൽ LED ഫ്ലാഷും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിലെടുക്കുകയുണ്ടായി. ബട്ട് അതെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് എന്താ പറയുക, ഇമേജ് ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും. ഓട്ടോ ഫോക്കസ്, മൾട്ടി ഓട്ടോ ഫോക്കസ് ഉണ്ട് എന്നുള്ളത് ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എനിക്കെന്തോ ഈ ഒരു കളറ് ഒരു പ്രത്യേകത ഗ്രീൻ ആണെന്നൊക്കെ പറഞ്ഞിറക്കിയെങ്കിൽ പോലും എന്തോ ഒരു പൊന്മാൻ പോലത്തെ ഒരു കളർ, എനിക്ക് ആ കളറിനോട് ഭയങ്കര വലിയൊരു താല്പര്യം എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വേറെ ടൈപ്പ് ഓഫ് ബ്ലൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രസകരമായിരിക്കും. എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ, നമുക്ക് നല്ല ഉപയോഗിച്ച് നോക്കുമ്പോൾ കളർ ഫെയ്ഡ് ആകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാൻ സാധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരുമാതിരിപ്പെട്ട വ്ളോഗ്സ് എല്ലാം എടുത്തിരിക്കുന്നത് OnePlus 7 Proയിലാണ്. അതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്നെ വളരെയധികം ഇഷ്ടപ്പെടുത്തി. കാരണം ഞാൻ ഇതിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലല്ല കേട്ടോ എടുക്കുന്നത്. ഞാൻ സാധാരണ കേസിൽ ചെയ്യുന്നത് ഫിലിമിക് പ്രോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നിന്ന് കൊണ്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ വിഷയം, നമുക്ക് കംപ്രസ് ചെയ്യാതെ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കിട്ടും എന്നുള്ളത് OnePlusൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രയോജനം കൂടെ അതിൻ്റെ അകത്ത് തന്നെ കേട്ടോ. ഫിലിമിക് പ്രോ ഒന്നുകൂടെ പറഞ്ഞേക്കാം. നമുക്കതിൻ്റെ വീഡിയോ റെസൊല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് ഇതിനൊരു വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. 1080pയിലാണ് HDയിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. വീഡിയോ ക്വാളിറ്റിയിലൊന്നും എന്തായാലും OnePlus ഒരു പ്രശ്നം പറയില്ല. കാര്യം അത് അവന്മാർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി വരുന്ന എൻ്റെ പല വ്ളോഗുകളും ഞാൻ OnePlus 8 ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ എന്താണ് അങ്ങനെയുണ്ട് എൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് OnePlus 8 ഫോൺ ഉപയോഗിച്ചാണ്. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ അർജുൻ ക്യാമറാമാൻ കയ്യിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ ഫിലിമിക് പ്രോ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാറുണ്ട്, ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒന്ന് കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊന്ന് കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 16 MP ആണ് ഫ്രണ്ട് ക്യാമറ. അതും സോണി IMX 471 എന്ന് പറഞ്ഞ പ്രോസറാണ് അതിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സോണി IMX 471 എന്ന സെൻസറാണ് അതിൽ ഉപയോഗിക്കപ്പെടുക. ഈ സോണി സെൻസറിൻ്റെ പ്രത്യേകത അറിയോ, ഒരുമാതിരിപ്പെട്ട ക്യാമറകളിലെല്ലാം സോണിയുടെ സെൻസറാണ് ഉപയോഗിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, ആരും ഉപയോഗിച്ചാലും കുഴപ്പമില്ല. സോണിക്ക് അതിൻ്റെ പേറ്റൻറ്റ് കിട്ടണം. സോണി ഇങ്ങനെ ടെക്നോളജി ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലും നമുക്ക് പറയേണ്ട കാര്യം ഒരു ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത്, സെൽഫ് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ ഷെയ്ക്കോ കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനുള്ള ഒരു പ്രത്യേകത ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ 1-2 പോർട്രേറ്റ് പടങ്ങൾ എടുത്ത് കേട്ടോ, ലോ ലൈറ്റിലും കുറച്ച് പോർട്രേറ്റ് പടങ്ങൾ എടുത്തതിൽ ബെറ്റർ ക്വാളിറ്റി തന്നെയാട്ടോ ഇതിൻ്റെ അകത്ത് ലഭിക്കണത്.
OnePlus 80 രണ്ട് വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 8GB 128GB 12GB 256GB. എൻ്റെ കയ്യിലിരിക്കുന്നത് 12GB വേരിയൻറ്റിൽ വരുന്നതാണ്. 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഉള്ളത്. ഈ ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എന്താ പറയുക, ഒരു പെർഫെക്ഷൻ, ഒരു അപാര പെർഫെക്ഷൻ തന്നെയാണ് കേട്ടോ. അത് ഞാൻ OnePlusൻ്റെ എല്ലാ മറ്റു 3 പ്രോഡക്റ്റുകളും ഞാൻ ഉപയോഗിച്ച ശേഷം എനിക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു അപാര ക്വാളിറ്റി ഉണ്ട്, സംശയമൊന്നുമില്ല. സോ നമുക്കിനി ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമുക്ക് എന്തായാലും വിഷ്വലോ ഒന്ന് പരിശോധിച്ച പോലെ തന്നെ ഇതിൻ്റെ സൗണ്ടും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അതിലൊക്കെ ഒരു കോംപ്രമൈസും വരുത്തില്ല. ഡിസ്പ്ലേയിലും അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ആ സൗണ്ടിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. വാവ്, സൂപ്പർ സൗണ്ട്, ഡിസ്പ്ലേ, ഡിസൈൻ, ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ കൊടുക്കുന്ന കാശിന് മുതൽ തന്നെയാണ് OnePlus 80. പക്ഷേ എന്നാൽ ഒരു 5Gക്ക് വേണ്ടി കൂടെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ച് ആരെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. 5G ഒക്കെ ഒന്ന് വന്നതിന് ശേഷം എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു രൂപത്തിലേക്ക് മാറിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ കൊടുക്കുന്ന കാശിന് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് വർത്താണ്. അറൗണ്ട് ഒരു 42,000 റുപ്പീസോളമാണ് ഇതിനൊരു പ്രൈസ് ആയിട്ട് വരണത്. നിങ്ങളൊരു പക്ഷേ OnePlusൻ്റെ സൈഡിൽ കയറി കഴിഞ്ഞാൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. HDFCയുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വഴിയൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഓഫറും കാര്യങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഒരു സംശയമില്ല, പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് OnePlus 80യിലും ഇറക്കിയിരിക്കുന്നത്. നിങ്ങളതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞു. സോ നമുക്ക് എന്തായാലും ഇത് വിശ്വസിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. സർവീസൊക്കെ ഭയങ്കര ബെറ്ററാണ്. എല്ലാ ജില്ലകളിലും ഇവിടെ സർവീസ് ഉണ്ട്. എസ്പെഷ്യലി എറണാകുളത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ബെറ്റർ സർവീസ് ലഭിക്കുകയും ചെയ്യും. ലുലുവിൻ്റെ ഔട്ട്ലെറ്റും ഉണ്ട് കേട്ടോ. ഇൻ കേസ് ആരെങ്കിലുമൊക്കെ ലുലുവിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ OnePlusൻ്റെ ഔട്ട്ലെറ്റും ലുലുവിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും OnePlus 80 OnePlusനെ സംബന്ധിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇനി മുതൽ പിന്നെ എന്തായാലും OnePlus 7 Pro ഒന്ന് മാറ്റി വെക്കാനായിട്ട് പോവാണ്. ഇനി മുതൽ ഞാൻ എന്തായാലും OnePlus 80യിലായിരിക്കും എൻ്റെ ഷൂട്ടും കാര്യങ്ങളും ഫോട്ടോസും എല്ലാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ ഇതിലെടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും വളരെ സന്തോഷം. OnePlus 80 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.